ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർച്ചമ്മ റോക്സ് ഫാമിലി. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞങ്ങളെല്ലാം കൂടി എങ്ങിട്ടാണ് വെച്ച് പിടിച്ച് പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, മലയാറ്റൂർ മല കയറാമെന്ന് കരുതി പോകുന്നേക്കാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിരുന്നപ്പോൾ ഇനി എങ്ങിട്ട് പോകാമെന്ന് കരുതിയിരുന്നപ്പോൾ അമ്മൂസ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മലയാറ്റൂർക്ക് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മലയാറ്റൂർ പോയിട്ട് കുറേ നാളായതുകൊണ്ടും ഒരു 6-7 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ പോയിട്ട്. അപ്പോൾ ഞാനും പറ്റിയ എന്നാൽ പിന്നെ നമുക്ക് മലയാറ്റൂർക്ക് പോകാം. മദറിനോട് ചോദിച്ചപ്പോൾ എന്നാൽ ഓക്കെ എല്ലാവരും റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ചാടി ഓടിപ്പോയി എല്ലാവരും റെഡി ആയി പോകുന്നു കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും, പുതുതായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ് ചെയ്തും ബാക്കിയുള്ളവരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഒരു ഓട്ടോയും വെച്ച് പിടിച്ച് മലയാറ്റൂർ താഴത്തെ പള്ളീൻ്റെ അവിടെ വന്ന് ഇറങ്ങി. പള്ളിയോട് ചേർന്ന് തന്നെ ഒരു പുഴ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആ പുഴയിലോട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടേ ഉള്ളൂ കാര്യമുള്ളൂ എന്ന് കരുതി ഞങ്ങളെല്ലാം കൂടെ കൂടി പുഴയിലോട്ട് വെച്ച് പിടിച്ചു. മമ്മി ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ വന്ന് നിന്ന് കുറച്ച് നേരമൊക്കെ നോക്കി, കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കുളിക്കാനൊക്കെ ആയിട്ട്. ഇറങ്ങണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ദൂരെ നോക്കുമ്പോൾ ഒരുപാട് വെള്ളമുള്ളപോലെ തോന്നി. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് തീരെ വെള്ളമില്ല കേട്ടോ. ആർച്ചയുടെ മുട്ടിൻ്റെ അത്രയും പോലും വെള്ളമില്ല, അത്രയ്ക്ക് വെള്ളം കുറവായിരുന്നു. പിന്നെ ഈ വേനലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്ര വെള്ളം കുറവ്. പിന്നെ അതിന് സെൻട്രലായിട്ട് ഒരു റെഡ് കളറിൽ അപകട സാധ്യത മേഖല എന്നൊക്കെ എഴുതിയൊരു വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആരും അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ. കാരണം അപ്പുറത്തോട്ട് പോയാൽ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ 2 പോലീസ് ഏട്ടന്മാരെ എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കൈയും കാലൊക്കെ നല്ലൊന്ന് വെള്ളത്തിലൊക്കെ മുക്കി കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവർക്കും ഓരോ രീതിയിൽ നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത്. അമ്മൂസാണെങ്കിൽ ചെരുപ്പും കൈ പിടിച്ചാണ് നടക്കുമായിരുന്നു. വേറൊന്നുമല്ല, അവൾ ചെരുപ്പ് ഊരി വെച്ചപ്പോഴത്തേന് അതുവഴി ഒരു പട്ടി പോയി. അപ്പോൾ പട്ടി ചെരുപ്പ് എടുത്തുകൊണ്ടോ എന്നുള്ള പേടിയിൽ കൊച്ചെടുത്ത് ചെരുപ്പും കൈ പിടിച്ചെടുത്ത് കയ്യിൽ വെക്കണോ തലയിൽ വെക്കണോ നിലത്ത് വെക്കണോ എന്ന് അറിയാൻ പാടാത്ത അവസ്ഥയിലായിരുന്നു അമ്മു. പിന്നെ എല്ലാവരും കൂടെ വെള്ളത്തിൽ കളിച്ച് ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് കയറി വേറെ പള്ളിയിൽ പോയി അവിടുന്ന് കുറേ നടന്നിട്ട് വേണം മല കയറാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ആർച്ചോട് പറഞ്ഞു എന്താ പിന്നെ പോവല്ലേ, നല്ല വെയിലുമാണ്. ഒരു ഉച്ച ടൈമായിരുന്നു, ഒരു 1 മണി ടൈമിനാണ് ഞങ്ങൾ മലയാറ്റൂർക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു വെയിലും അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അവിടെ നിന്നല്ലേ. അപ്പോൾ പിന്നെ ആർച്ച പറഞ്ഞപ്പോൾ എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് കരുതി അവിടെ നിന്നൊക്കെ നമ്മൾ കൈയും കാലൊക്കെ കഴുകി കയറാൻ തീരുമാനിച്ചു കേട്ടോ. ആർച്ചയ്ക്ക് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഫുൾ ആ വെള്ളത്തിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് മല കയറി ഇറങ്ങാനുള്ളതല്ലേ. പിന്നെ ഞങ്ങൾ പയ്യെ കയറി താഴത്തെ ചാപ്പലിലോട്ടാണ് ആദ്യം പോകുന്നത് കേട്ടോ. പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതും എല്ലാം മദറാണ് കേട്ടോ. മദറിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു ഫുൾ വീഡിയോസ് എടുത്തിട്ട് ഫോണിലേക്ക് അയച്ചു തരണം, ഞാൻ ഒരു വീഡിയോ എടുക്കില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന പിന്നെ ഫുൾ അങ്ങനെ വീഡിയോ എടുത്തൊന്നും നടക്കണ്ടേ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി എല്ലാം മദറിനെ ഏൽപ്പിച്ചിരുന്നു. ഓക്കെ പറഞ്ഞു, ഫുൾ വീഡിയോസ് എടുത്ത് നമുക്ക് അയച്ചു തരാണ് ചെയ്തത്. പിന്നെ നമ്മൾ താഴത്തെ പള്ളിയിലേക്ക് ചാപ്പലിലെത്തി. അവിടെ പോയി നല്ല പ്രാർത്ഥിച്ച്. ആർച്ച ആദ്യമായിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. ആർച്ച മലയാറ്റൂർ വന്നിട്ടുണ്ട്. കാരണം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഇവിടെ മലയാറ്റൂർ മലയുടെ താഴത്തായിട്ട് ഒരു തടാകമൊക്കെ ഉണ്ട്. അപ്പം അവിടെ നക്ഷത്ര തടാകം, ഇത്ര നക്ഷത്രങ്ങളൊക്കെ തൂക്കി ഭയങ്കര വലിയ പരിപാടിയാണ്. പിന്നെ കുറേ റൈഡും ഗാനമേളയും ലക്ഷക്കണക്കിന് ആൾക്കാർ ആ നക്ഷത്ര തടാകം തന്നെ കാണാനായിട്ട് ആ സമയത്ത് അവിടെ വരുമായിരുന്നു. പിന്നെ ക്രിസ്മസ് പാപ്പേനെ കത്തിക്കുന്ന പരിപാടീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അച്ചു ഇവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. അല്ലാതെ ഇവിടുത്തെ താഴത്തെ പള്ളിയിലോ മലയാറ്റൂർ മലയോ ആർച്ച ഇതുവരെ കയറിയിട്ടില്ല. നമുക്ക് കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അച്ചു മല കയറുമോ ഇല്ലയോ ഒരു പേടി. കാരണം അത്രയ്ക്ക് നല്ല മലയാണ്. നിങ്ങൾ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് നടക്കാനുണ്ട്. 14 കുരിശടി നമ്മൾ നടന്ന് വേണം മുകളിൽ പോകാനായിട്ട്. ഇതിൽ കാണുന്നതിൽ പകുതിയും കൂടുതൽ ആൾക്കാർക്ക് അറിയാമായിരിക്കും, മലയാറ്റൂർ മലയും കയറിയവരും ആയിരിക്കും. ഇപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം. ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ചെറിയ കുട്ടികളൊക്കെ വരാറുണ്ട്, കയറാറുണ്ട്. പക്ഷേ ആർച്ച കയറുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അച്ഛനോട് ചോദിച്ചപ്പോൾ ഞാൻ ഫുൾ കയറും എന്നൊക്കെ പറഞ്ഞ് വന്ന് നമ്മൾ എന്നിട്ട് പള്ളി കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ വലിയ പള്ളിയുണ്ട്. നമ്മൾ ആദ്യം കയറിയത് ചാപ്പലിലാണ് കേട്ടോ. ഇപ്പുറത്ത് തന്നെ വലിയൊരു പള്ളിയുണ്ട്. നമ്മൾ രണ്ടാമത് ആ പള്ളിയിലോട്ടും കയറി. ആ പള്ളിയിൽ എല്ലാവരും മുട്ടുകുത്തിപ്പോയിട്ട് അവരെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെയും ഈശോയുടെയും ഒക്കെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുക. നമ്മളും കയറി. ആർച്ച മുട്ടുകുത്തി കിട്ടും. എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവൾ മുട്ടുകുത്തി അവിടം വരെ എത്തുമെന്ന്. കാരണം എന്താ വെച്ചാൽ ടൈലിട്ട സ്ഥലമാണെങ്കിൽ ആൾക്കാർ കയറുമ്പോൾ ഈ പൊടിയൊക്കെ വീണിട്ടേ അവൾക്ക് മുട്ടിൻ്റെ അങ്ങോട്ട് പാൻറ്റിന് ഇറക്കമില്ലാത്തതുകൊണ്ട് കാല് വേദനിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല സിമ്പിളായിട്ട് പ്രാർത്ഥിച്ച് അങ്ങ് അറ്റം വരെ ഫുൾ മുട്ടിൽ പോയി ആർച്ച. ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ ബാക്കിലായിട്ട് നിന്ന് വീഡിയോ എടുത്ത് അവരുടെ പുറക്കെ വെച്ച് പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആർച്ച ഫുള്ള് മുട്ടുകുത്തിപ്പോയി മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും ഒക്കെ പ്രാർത്ഥിച്ച് അവിടെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചൊക്കെ അവിടെ വന്നപ്പോൾ അച്ചു പറയുന്നുണ്ട് അമ്മ പോവല്ലേ, പുറത്തോട്ട് പോവില്ലേ, എന്താ മോനെ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അകത്ത് നിന്ന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് പുറത്ത് തന്നെ പോയി എടുക്കണമെന്ന്. സംഭവം എന്താ, പുറത്ത് മാതാവ് കയ്യിൽ വെള്ളമൊക്കെ ആയിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാതാവോ,
സംഭവം മാലാഖ കയ്യിലിങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നായിരുന്നു. വന്നു ഫോട്ടോയൊക്കെ എടുത്തു. ഇനി മല കയറാൻ പോകുമെന്ന് പറഞ്ഞ് എൻ്റെ ഹാപ്പി ആയിരുന്നു. ആർച്ചയുടെ തുള്ളിച്ചാട്ടം. അങ്ങനെ നമ്മൾ മലയാറ്റൂർ മലയെത്തി, താഴെ എത്തി. അതാണ് കേട്ടോ മല. അത് കുറച്ച് സ്ഥലത്തേക്ക് കുറച്ച് മല പോലെ തോന്നിയിട്ട് പിന്നെ കുറച്ച് നിരപ്പാണേ. അത് കഴിഞ്ഞ് നമ്മൾ കുരിശടി, 1-ാം കുരിശടി കാണുമ്പോൾ തുടങ്ങിയാണ് ഫുൾ മല. 1-ാം കുരിശടി തുടങ്ങി 14-ാം കുരിശടി വരെ ഫുൾ മലയാണ്. ആർച്ച നല്ല സിമ്പിളായിട്ട് കയറി പോയായിരുന്നു കേട്ടോ. ഭയങ്കര അവൾ ഈ ദുർഘടമായ വഴി കൂടെ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പാറേൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി കയറിയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ നല്ല സ്ഥലം നോക്കി പോകുമ്പോൾ അവൾ നമ്മൾ പാറയുടെ മുകളിൽ കൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്നിട്ട് ഞാനൊക്കെ ഭയങ്കര പുറകെയായിരുന്നു. മമ്മീൻ്റെ കൂടെയാണ് ഞാൻ നടന്ന് കയറിയത്. അപ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു. ആർച്ച മുകളിൽ പോയിട്ട് ആർച്ച അമ്മൂസും കൂടെ ഞങ്ങളെ നോക്കിയൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മമ്മി പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് കുറേ കുരങ്ങന്മാരെ കാണാമെന്ന്. ഞങ്ങൾ കയറുമ്പോൾ തുടങ്ങിയ കുരങ്ങന്മാരെയൊക്കെ നോക്കി കയറി. പക്ഷേ കുരങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കരുതി രാവിലെ ഉച്ച സമയമല്ലേ, കുരങ്ങന്മാരൊന്നും ഉണ്ടാവില്ല, കാണാൻ പറ്റില്ല എന്നൊക്കെ കരുതി ഇങ്ങനെ നടന്നു. ആർച്ചനോടും പറഞ്ഞു. പിന്നെ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പയ്യെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ട് അതാ കുരങ്ങന്മാർ. 1-ഉം 2-ഉം കുരങ്ങനൊന്നുമില്ല. ആകെ 1-നെ കണ്ട് 2-നെ കണ്ട് പിന്നെ നോക്കിയപ്പോൾ കുരങ്ങനമ്മ, കുരങ്ങൻ അച്ഛൻ, കുട്ടികൾ, അമ്മമാരൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അങ്ങനെയുള്ള കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അതിന് കുറച്ചും കൂടെ വലുതായ കുട്ടികൾ, അങ്ങനെ ഇഷ്ടം പോലെ കുരങ്ങന്മാരായിരുന്നു. പിന്നെ അവർ നോക്കുമ്പോൾ ഒരു വലിയ കുരങ്ങ് തന്നെ പൈപ്പൊക്കെ തുറന്ന് വെള്ളമൊക്കെ കുടിക്കുന്നു. ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് പോകുമെന്ന് ഇങ്ങനെ കരുതി ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. കാരണം അത് പിന്നെയും പിന്നെയും വന്ന് കുടിക്കുന്നതല്ലാണ്ട് അടയ്ക്കുന്ന കണ്ടില്ല. പിന്നെ നോക്കി നിന്ന് അവിടെ തന്നെ നിന്ന് പോകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പയ്യെ നടന്നു. നടക്കുന്നതോറും ഇഷ്ടംപോലെ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. ഞാൻ കാണുന്നത് തീരെ പ്രതീക്ഷിച്ചല്ല. കാരണം മനുഷ്യന്മാർ നടക്കുന്ന പോലെയാണ് കുരങ്ങന്മാർ കൂടെ നടന്നത്. പിന്നെ നമ്മൾ 14 കുരിശടിയും കഴിഞ്ഞ് അങ്ങ് മുകളിലെത്തി കേട്ടോ. ഫുള്ള് നടന്നച്ചു. ഒരു കുരിശടി പോലും അല്ലാതെ ഫുൾ കുരിശടി ആർച്ച് നടന്ന് മുകളിലെത്തി. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നത്. അവൾ എടുക്കേണ്ട വന്നില്ല. ഫുള്ള് നടന്ന് മുകളിലെത്തി. പിന്നെ നമ്മൾ ഈ ഈസ്റ്റർ ടൈം ആയതുകൊണ്ട് 2 ദിവസം മുന്നേ ദുഃഖവെള്ളി വന്നായിരുന്നെങ്കിൽ ഈ കുരിശൊക്കെ ആൾക്കാർ ചുമന്ന് കയറ്റുന്ന കാണാമായിരുന്നു. ഈ ഇരിക്കുന്ന കുരിശൊക്കെ ആൾക്കാർ താഴത്തുനിന്ന് അങ്ങ് അടിവാരത്തുനിന്നല്ല, അവരെവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തുടങ്ങിയ ഈ വലിയ കുരിശൊക്കെ അവർ ചുമന്ന് കൊണ്ടുവന്നത് ഓരോ പള്ളികളിൽ നിന്നൊക്കെ ആയിട്ട് വന്നവരാണ് കേട്ടോ. അത്ര വലിയ കുരിശ് വരെ ഉണ്ട് ആൾക്കാർ. ഒരു കുരിശിലുണ്ട് ജാതി മത ഭേദമന്യേ എന്ന് പറഞ്ഞു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമിൻ്റെ ഫുൾ 3 ഇതും വെച്ച് ഒരു വലിയ കുരിശുണ്ട് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. കാരണം ഇവിടെ നിന്നല്ല, ഇപ്പം നമ്മൾ ഒരിടത്തും നമ്മൾ ജാതി മതം ഒന്നും നോക്കാറില്ല. എല്ലായിടത്തും ദൈവത്തെ ഒരുപോലെ ചെന്ന് കാണുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ കുരിശാണ് കേട്ടോ. ഇത്രയും വലിയ കുരിശൊക്കെ ആൾക്കാർ ഇത്രയും വലിയ മലയൊക്കെ താണ്ടി മുകളിൽ കൊണ്ടുവരെ ചിന്തിക്കാൻ കൂടി പറ്റില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലുതായി തോന്നില്ല. അവിടെ നിന്ന് കാണണം, അത്ര വലിയ കുരിശാണ്. എല്ലാം സമ്മതിക്കണം ഈശ്വര. പിന്നെ ഇതാണ് കേട്ടോ ആന കുത്തിയ പള്ളി. ആന കുത്തിയിട്ട് പള്ളിക്ക് ഒന്നും ഇവിടെ ഈ ഇത്ര ഇങ്ങനെ പറ്റുന്നില്ല എന്നുള്ള അപ്പുറത്ത് നോക്കുമ്പോൾ പള്ളിക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ഇതാണ് ആ പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ഇത്. ആന കുത്തിയ പള്ളി എന്നാണ് പറയുന്നത്. നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇട്ട് പിന്നെ നമ്മൾ സ്വർണ്ണക്കുരിശിൻ്റെ അവിടെ എത്തിയേക്കാണ് കേട്ടോ. സ്വർണ്ണക്കുരിശിൻ്റെ അടുത്ത് വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ ഈ 3 മണി 4 മണി സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കൊന്നും കൂടാതെ വന്ന് മുത്തി പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു കേട്ടോ. ആർച്ചക്കുട്ടിയും വന്ന് മുത്തി പ്രാർത്ഥിച്ച് തലയ്ക്കൊക്കെ ഒഴിഞ്ഞിട്ട് നന്നായി തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പാറപ്പുറത്തൊക്കെ ഇരുന്ന് തിരിച്ച് പോകണം.